എനിക്ക് മറ്റേ ഈറൻ മേഘം എന്നുള്ള പാട്ട്. ഈറൻ മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോരുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. രാരി രാരി രാരിരോ രാരി രാരി രാരിരോ രാരി രാരി രാരിരോ രാരി രാരി രാരിരോ. എത്രയോ വർഷത്തിന് മുമ്പ് പാടിയത്. വേറൊരു പ്രത്യേകത കൊണ്ട് ഈ പാട്ടിന്, ഈ പാട്ടിലൊരു പള്ളി കാണിക്കുന്നുണ്ട്. അത് എന്റെ പള്ളിയാണ്, മുണ്ടമ്പേലി പള്ളി. ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ക്യാമറയുടെ ബാക്കിലുണ്ട്. ഇത് തെറ്റിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. സ്കൂൾ ഉദ്ഘാടനത്തിന് പോയി വളരെയധികം വേദനിപ്പിച്ച ഒരനുഭവം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ സ്ഥലമൊന്നും പറയാനില്ല, സ്ഥലം ലാസ്റ്റ് പറഞ്ഞാൽ. ഓക്കെ. അത് ഒരു ടീം എന്നെ വിളിച്ചു. വിപിനല്ലേ? ഞാൻ പറഞ്ഞ വിപിനാണ്. നമുക്കൊരു സ്കൂളിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട്, ഒന്ന് വരാം. ഞാൻ പറഞ്ഞ പിന്നെ വരാം. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല, പിള്ളേരുടെ കൂടെ പോയി പാട്ട്. പൈസ പറഞ്ഞില്ലേ? ഇല്ലില്ല, അത് ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ പെട്രോൾ അടിച്ച് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ച ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, പാരൻസ് അസോസിയേഷൻ. അപ്പോൾ അവരെന്നെ വിപിൻ സാർ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്നെ സ്കൂളിൻ്റെ ഓഫീസിൽ കയറ്റിയിരുത്തി ഞാനിങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഒരു അരമണിക്കൂറിനോട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എനിക്ക് ചെറിയൊരു അപകടം പറ്റുന്നത് എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ ആ ജനലിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കണ്ട്, ഇങ്ങനെ ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെയൊക്കെ അങ്ങനെയൊക്കെ. എനിക്ക് ഒന്നും കൂടി എനിക്കൊരു ചെറിയൊരു പന്തികേട് തോന്നി. ഞാനപ്പോൾ എന്നെ വിളിച്ച ആളെ വിളിച്ചു, ചേട്ടാ എന്താ പ്രശ്നം? ഒന്നുമില്ല നമുക്കൊരു അരമണിക്കൂർ മുമ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. പിന്നെ 1 മണിക്കൂറായിട്ടും ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു. വിപിനെ ഒന്നും വിചാരിക്കരുത്, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അവരുദ്ദേശിച്ച ആൾ നിങ്ങളല്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യണേ, കരയണോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു മര്യാദ കാണിക്കണ്ടേ എനിക്ക് സമയമില്ല സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ നിങ്ങളോട് പൈസ പോലും പറയാതെ വന്നിട്ട് ഞാനിങ്ങനെ ഞാൻ ഒന്നും പറയില്ല. ഞാൻ ഇറങ്ങിപ്പോയി. അതിന് ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞു. കാര്യം ജീവിതത്തിൽ ആദ്യത്തെ ഒരു പണിയാണല്ലോ. എൻ്റെ വീട്ടിലേക്ക് പോയി. ശരിക്കും ആരായിരുന്നു അവർ ഉദ്ദേശിച്ചത്? അതെനിക്ക് ഇപ്പോഴും അറിയില്ല. ഇല്ല. അതെ, പേര് മാറിപ്പോയതാണോ ഇനി ആള് മാറിപ്പോയോ? അല്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? വിപിൻ സേവ്യർ എന്ന് പറഞ്ഞ് വേറെ പാട്ടുകാർ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്കും മനസ്സിലായില്ല. ഇപ്പൊ ഈ സങ്കടം മാറ്റാൻ വേണ്ടിട്ട് അല്ലേ, നമുക്കൊരു തകർപ്പൻ ഒരു അടിച്ചുപൊളി പാട്ടാകട്ടെ. കേളാടിക്കും മുമ്പേ തെയ്യം താരോ, ചെമ്പട്ട് വീശും മുമ്പേ തെയ്യം താരോ, ചെമ്പാവും പാടത്ത് ചാത്താനും നീലിയും തമ്പ്രാൻ പാടിക്കെ ചെന്നേ തെയ്യം താരോ. തക താര തകതിമി താര തകതിം താര തകതിമിതോ, മായി മാട മുറിഞ്ഞ തെയ്യം താരോ, ചെടിക്കകം മൂടിഞ്ഞ തെയ്യം താരോ, മാടത്തിലെന്തുണ്ട് കാച്ചിക്കൂടിക്കാനായി അന്തിക്കാടി കീറാത്തി തെയ്യം താരോ. തക താര തകതിമി താര തകതിം താര തകതിമിതോ, തക താര തകതിമി താര തകതിം താര തകതിമിതോ. ഇത് നാടൻ പാട്ടാണല്ലേ? നാടൻ പാട്ടാണ്. ഞാൻ സ്റ്റേജിൽ എപ്പോഴും പാടാറുള്ള ഒരു സോങ്ങാണ്.
അത് ഈ മറ്റേ ചെണ്ടയും അത് ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല ഒരു നല്ല നല്ല ഫീൽ എഫക്റ്റ് കിട്ടും.